ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കൾ മക്കളുടെ മുന്നിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. കുറച്ച് പോയിൻറ്റ്സ് മാത്രം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാം. ഒന്ന്, ഉപ്പയോട് കാണിക്കേണ്ട ബിഹേവിയറാണ്. അതായത് കുട്ടികൾ നമ്മളുടെ അടുത്താണ് അധികം ഉള്ളത് കൊണ്ട്, അതായത് മാതാക്കളുടെ അടുത്തായിരിക്കുമല്ലോ മിക്കവാറും കുട്ടികൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യം ഫസ്റ്റ് ചെയ്യുമ്പോൾ പെർമിഷൻ ചോദിക്കുക അവർ നമ്മളോടായിരിക്കും, അല്ലെങ്കിൽ ആദ്യമായിട്ട് അഭിപ്രായം ചോദിക്കുക നമ്മളോടായിരിക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാ കാര്യത്തിനും നമ്മളുടെ ഭാഗത്ത് നിന്ന് തന്നെ പെർമിഷൻ കൊടുക്കാതെ ചില കാര്യങ്ങൾക്കൊക്കെ, അതായത് ഒട്ടുമിക്ക കാര്യങ്ങൾക്കും, കഴിയാവുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറയാം ഉപ്പയോട് കൂടെ ഒന്ന് ചോദിച്ച് നോക്കാം, എന്നിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു പ്ലേസ് ഉപ്പക്ക് നമ്മൾ കുടുംബത്തിൽ കൊടുക്കണം. അത് ഉമ്മമാർ ഇടപെട്ടിട്ട് വേണം ചെയ്യാൻ. എങ്കിലേ കുട്ടികൾ വലുതായി വരുമ്പോഴും ആ ഒരു ശീലം ഉണ്ടാവുള്ളൂ. കാര്യങ്ങൾ കൂടിയാലോചന ചെയ്യുന്ന സമയത്ത് ഒക്കെ ഉപ്പയോട് ഒപ്പം അന്വേഷിച്ച് അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നന്നായിട്ട് പെരുമാറുക, നല്ല രീതിയിൽ നമ്മൾ അവരോട് പെരുമാറുക, നമ്മുടെ ഭാഗത്ത് നല്ല റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കുക. ഇത് മക്കൾ കണ്ട് വളരണം. തിരിച്ച് ഉപ്പമാരിൽ നിന്നും ഉമ്മമാർക്ക് കിട്ടേണ്ടതോ, ഉമ്മയോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്ന ആളായിട്ട് മാറാൻ ഉപ്പമാരും ശ്രമിക്കുക. കാരണം ഒരു പെണ്ണിനോട് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്ന ആളാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ. അല്ലാതെ അങ്ങാടിയിലോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ജോലി സ്ഥലത്തോ നമ്മുടെ സ്വഭാവം നന്നായിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ ദേഷ്യവും നമ്മുടെ കാര്യങ്ങളൊക്കെ അടക്കി ഒതുക്കി ആ ഒരു രീതിയിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ, പെരുമാറാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉപ്പയും ശ്രദ്ധിക്കുക. ഏതൊരു കാര്യത്തിനും വഴക്കിടുന്ന, എപ്പോൾ വേണമെങ്കിലും കൊട്ടാവുന്നൊരു ചെണ്ടയായിട്ട് സ്വന്തം ഭാര്യയെ മക്കളുടെ മുന്നിൽ ഒരിക്കലും നമ്മൾ അവതരിപ്പിക്കരുത്. കാരണം കുട്ടികളിത് കണ്ടു വളരുമ്പോൾ അവർക്കും ഒരു ചിന്താഗതി ഉണ്ടാവും. എന്താണ്, തൻ്റെ ഉമ്മയോട് എത്രയും കയർക്കാം, എത്രയും കച്ചറ ഉണ്ടാക്കി സംസാരിക്കാം. അങ്ങനെ വരുമ്പം മക്കളെ ഏറ്റവും മോശമായിട്ട് പെരുമാറുന്ന, കയർക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഉമ്മമാർ മാറും. ഏറ്റവും നന്നായിട്ട് പെരുമാറേണ്ട വ്യക്തി ഏറ്റവും താഴ്ന്ന നിലയിൽ ബാക്കിയുള്ളവരുടെ പെരുമാറ്റങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിക്കും. അപ്പോൾ നമ്മൾ അതും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഉമ്മ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നല്ല അനുസരണയുള്ള ഒരു ഭാര്യയാവുക മക്കളുടെ മുന്നിൽ എന്നല്ല, നമ്മൾ ഏതൊരു സമയത്തും നമ്മൾ അള്ളാഹു എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മക്കളുടെ മുന്നിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഉപ്പ പറയുന്നത് ഒരു കാര്യം, അപ്പോൾ ഉമ്മയും മക്കളും വേറൊരു വഴിക്ക് നീങ്ങുന്ന ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ഉപ്പയുടെ വാക്കിന് നമ്മൾ വില കൊടുക്കുക. ഉപ്പ എങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. അപ്പോൾ മക്കളുടെ മുന്നിലും ഒരു ചിത്രം ഉണ്ടാവും, തൻ്റെ ഉപ്പയ്ക്കുള്ളൊരു സ്ഥാനം ഉണ്ടാവും. തിരിച്ച് പിതാവും ഇതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഉമ്മയുടെ താല്പര്യങ്ങൾക്കും വാക്കുകൾക്കും വില കൽപ്പിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ മക്കളിലും ഓട്ടോമാറ്റിക്കായി ഈ ഒരു സ്വഭാവശീലം വളർന്നു വരും. അടുത്തൊരു കാര്യം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നൊരു കാര്യം കൂടിയാണ്. കാരണം നമുക്ക് മാതാക്കൾക്ക് കുറേയൊക്കെ അവരുടെ പ്രശ്നങ്ങളിൽ, കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുക, അങ്ങനെ ഒരു പവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് അവരുടെ പ്രശ്നങ്ങളിൽ ഞാൻ ഉപ്പനോട് പറയട്ടോ, ഉപ്പ വന്നിട്ട് പറയും, അങ്ങനെയുള്ള സംസാരങ്ങൾ കുറയ്ക്കുക. അതായത് നമുക്ക് തന്നെ ശാന്തമായിട്ട് അച്ചടക്കത്തോട് കൂടിയിട്ട് അത് പരിഹരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ ഒരു സ്കില്ല്, ആ ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കുക. കാരണം എല്ലാ ഉപ്പനും അതേപോലെ തന്നെ ഉപ്പനോട് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ആക്കും അല്ലെങ്കിൽ ഇത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ പേടിപ്പിക്കുന്നൊരവസ്ഥ ഇല്ലാതിരിക്കുക. അപ്പോൾ അതിനു മുന്നേ തന്നെ നമുക്ക് കാര്യങ്ങൾ അവിടെ ശാന്തമായിട്ട് ചെയ്യാൻ കഴിയുക, ആ ഒരു പ്രശ്നത്തെ അവിടെ ഒതുക്കാൻ കഴിയുക എന്നുള്ളതാണ്. പിന്നെ ഉമ്മയുടെയും ഉപ്പയുടെയും ആരാധന നിഷ്ഠ, അതേപോലെ സമയനിഷ്ഠ, ഇതൊക്കെ മക്കൾ ചെറുപ്പം മുതലേ നല്ല രീതിയിൽ നിഷ്ഠയോടുകൂടി കണ്ടു വളരേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ആരാധനാ കാര്യങ്ങളിലും മറ്റും അലംഭാവം കാണിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മക്കളും അതേപോലെ തന്നെയാണ് വരിക, അല്ലേ? ഒട്ടുമിക്ക കേസുകളിലും അങ്ങനെയായിരിക്കും. കാരണം നമുക്ക് അവിടെ ഒരു ന്യായം പറയാനില്ല, നമ്മളങ്ങനെയാണ്,
വിതച്ചതേ കൊയ്യൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പല കാര്യങ്ങളിലും അത് വാസ്തവമാണ്. സ്വഹാബികളുടെയൊക്കെ കാലഘട്ടത്തിൽ അവരുടെ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ മക്കളിലോ ഒക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ കാണുമ്പോൾ അവരാദ്യം ചെയ്യാറുള്ളത് അവരുടെ ആരാധനാകർമ്മങ്ങൾ, അവരുടെ ചര്യകൾ നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിലെന്തോ ഫാൾട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ വരാൻ ചാൻസ് എന്ന് കരുതി അതാദ്യം നന്നാക്കിയെടുക്കും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു മാതൃകയാവുക. അടുത്തതായിട്ട് ഉമ്മയും ഉപ്പയും എല്ലാവരെക്കുറിച്ചും നല്ല രീതിയിലൊരു കൺസെപ്റ്റ് കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കുക. ഒരാളെക്കുറിച്ചും നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകൾ, ആവശ്യമില്ലാത്ത നെഗറ്റീവ് മെസ്സേജുകൾ കൈമാറാതിരിക്കുക. നല്ല കൺസെപ്റ്റ് എല്ലാവരെക്കുറിച്ചിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ പാരൻസ്, ഭാര്യ ഭർത്താവിൻ്റെ പാരൻസിനെയും ഭർത്താവ് ഭാര്യയുടെ ഉമ്മയും ഉപ്പയും ഒക്കെ കുറിച്ച് നല്ല രീതിയിൽ സംസാരിക്കുക. അതായത് പേരക്കുട്ടികൾ എന്ന് പറയുന്നത് മക്കളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കൺകുളിർമയാണ്, ഒരു സൗഭാഗ്യമാണ്. അപ്പോൾ അവർക്ക് നമ്മുടെ കുട്ടികളിലൂടെ നമ്മുടെ ഉമ്മക്കും ഉപ്പക്കും, അതായത് വല്യപ്പക്കും വല്യമ്മക്കൊക്കെ നല്ലത് കിട്ടണം, അല്ലേ? നല്ല അനുഭവങ്ങൾ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് നന്നാക്കി പറയുക, അവരോട് എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാൻ പറയുക, അവരുടെ ജീവിതത്തിൻ്റെ നല്ല വശങ്ങൾ, അങ്ങനെയുള്ള നല്ല സംഭവങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല മാതൃകകൾ പിൻപറ്റാൻ പറയുക. അങ്ങനെ അവരുടെ മുന്നിൽ നമ്മൾ തന്നെ അങ്ങേയറ്റം നമ്മുടെ മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം, ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അത് അവർ കണ്ട് വളരട്ടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ്, അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.